ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ എന്തിനാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്? ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ ഒരു 3 ആശയത്തെക്കുറിച്ച് നമ്മളൊരു സംവാദം നടത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തുനാഥൻ ജനിച്ചതിൻ്റെ ആ ആഘോഷം ഇത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ഇത് ഏറ്റെടുത്ത് ആഘോഷിക്കുന്നത്? ഇതിൽ വർണ്ണ വർഗ വിവേചനമില്ലാതെ, സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും വിവേചനമില്ലാതെ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, മതങ്ങൾക്ക് അതീതമായി ഒരുപാട് ജനങ്ങൾ ഇത് ആഘോഷിക്കുന്നു. അതിന് പിന്നിലുള്ള ഒരു കാര്യം, ഇതൊരു സന്തോഷത്തിൻ്റെ ആഘോഷമാണ്, സമാധാനത്തിൻ്റെ ആഘോഷമാണ്. ക്രിസ്തുനാഥൻ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ക്രിസ്തുനാഥൻ ഈ ലോകത്തിൽ വന്ന് നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ ഒരു കാര്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ അപ്പുറം ഒന്നും കൂടി ചിന്തിക്കുകയാണെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് കാണുമ്പോൾ, ലോകത്ത് നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങൾ അവരെ മറ്റുള്ളവരെ ആക്രമിക്കുന്നുണ്ടോ എന്ന് പേടിച്ചുകൊണ്ട് ഒരുപാട് ഒരുക്കങ്ങൾ നടത്തുന്നു. ഇനി മറ്റൊരു രാജ്യത്തെ അങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി ഒരുപാട് തയ്യാറെടുക്കുന്നു. ഒരുപാട് സമയവും പണവും ഒക്കെ അതിനുവേണ്ടി ചെലവഴിക്കും. എന്തിനു വേണ്ടിയിട്ട്? ശത്രു രാജ്യങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കാനോ, ശത്രു രാജ്യങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അതിനെ നമുക്ക് പ്രതിരോധിക്കാനൊക്കെ വേണ്ടി ഒരുപാട് തയ്യാറെടുപ്പ് നടത്തുകയാണ്. അതായത് ഒരർത്ഥത്തിൽ ഭയം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒന്നും കൂടി നമ്മൾ പേഴ്സണലൈസ് ചെയ്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിക്കും ഇതുപോലെ തന്നെ നമ്മുടെ ശത്രുക്കൾ ഉണ്ടായിരിക്കാം. മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് കർത്താവ് പറയുന്നത് നിങ്ങൾ ലോകം മുഴുവൻ, നിങ്ങൾ എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുക എന്നുള്ളതാണ്, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഈ ക്രിസ്തുമസ് ദിനത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ, ലോകം മുഴുവൻ നിങ്ങൾ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, ശത്രുക്കളെ പോലും സ്നേഹിക്കുക എന്നുള്ള ആ ഒരു ആശയം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയോ സമാധാനപരമാണ്. നമുക്ക് ചിന്തിക്കാം, നമുക്ക് ആരും ശത്രുക്കളില്ല, നമ്മുടെ മനസ്സിൽ എല്ലാവരും നമ്മുടെ മിത്രങ്ങളാണ്. ദാറ്റ് മീൻസ് നമ്മുടെ എല്ലാവരെയും സ്നേഹിക്കുന്നു. അങ്ങനെ ഒരു സ്നേഹിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആരെയും പേടിക്കേണ്ട കാര്യം? നമുക്ക് ആരോടും ശത്രുതയില്ല. അങ്ങനെ ഒരു ശത്രുക്കളില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് പോകാൻ സംവിധാനം വന്നെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആ ഒരു ആഗോളതലത്തിൽ ലോകം മുഴുവനും അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എത്രമാത്രം ഹാപ്പിയാണ് അവൻ. ഇതിന്റെ ഒരു ചെറിയ രൂപമാണ് ക്രിസ്തുമസിലൂടെ അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം കൊണ്ടുവന്ന ആ ക്രിസ്തുനാഥന്റെ ജനനമാണ് ആഘോഷിക്കുന്നത്. ക്രിസ്തു പറഞ്ഞ എന്താണ്? ഞാൻ ലോകത്തിന്റെ രക്ഷകനാണ്. ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വന്ന വ്യക്തിയാണ് ക്രിസ്തുനാഥൻ. അതുകൊണ്ടാണ് ലോകം മുഴുവൻ അത് ഏറ്റെടുത്ത് ആഘോഷിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സന്തോഷം നമ്മൾ മറ്റവരുമായി പങ്കുവെക്കുമ്പോൾ, സന്തോഷം പങ്കുവെക്കുമ്പോൾ ഇരട്ടിക്കുമെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ദുഃഖം പങ്കുവെക്കുമ്പോൾ അത് പകുതിയാവുമെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ക്രിസ്തുമസ് ദിനത്തിൽ ആ ഒരു സന്തോഷം, സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ ആ ഒരു സന്തോഷം മറ്റുള്ളവരുമായിട്ട് നമ്മൾ പല രീതിയിലാണ് പങ്കുവെക്കുന്നത്. ചിലപ്പോൾ ഗാനങ്ങൾ രീതിയിലായിരിക്കാം, നൃത്തങ്ങളായിട്ടായിരിക്കാം, ഗിഫ്റ്റ് രീതിയിലായിരിക്കാം, മറ്റേതിലും മധുരം കേക്ക് കട്ടിങ്ങിലൂടെ ആയിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ആ ക്രിസ്തുദേവൻ പറഞ്ഞ, ക്രിസ്തുനാഥൻ പറഞ്ഞ ആ ഒരു സ്നേഹത്തിന്റെ പ്രതിരൂപമാകുന്ന രീതിയിൽ മറ്റുള്ളവരായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ സ്നേഹം പങ്കുവെക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിൽ ഏത് വ്യക്തിക്കും വർണ്ണവർഗ വിവേചനമില്ലാതെ ഏത് വ്യക്തിക്കും ഈ സന്തോഷം അനുഭവിക്കാം, അത് ഷെയർ ചെയ്യാം. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ഇത്രമാത്രം ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ലോകം മുഴുവൻ ഇത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ്: നാം സന്തോഷിക്കുന്നു, ക്രിസ്തുവിന്റെ ജനനത്തിൽ നാം സന്തോഷിക്കുന്നു. ഈ സന്തോഷം, നമ്മുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. അങ്ങനെ അത് പടർന്ന് വന്നു പോകുന്നു. അതുകൊണ്ടാണ് ഓരോ വർഷം കഴിയും തോറും ക്രിസ്തുമസിന്റെ പ്രാധാന്യം കൂടുതൽ പ്രാധാന്യം അർഹിച്ച് കൂടുതൽ ആഘോഷത്തിലേക്ക് പോകുന്നതിന് പിന്നിൽ ഒരു കാര്യം ഇതാണ്: ഈ ഒരു സ്നേഹം പങ്കുവെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം നൈമിഷികമാണ്. ചിലപ്പോൾ ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ ഒരു വീട് വെച്ചു, വിവാഹം കഴിഞ്ഞു, മക്കളുണ്ടായി, അല്ലെങ്കിൽ വേറെ ചില സൗകര്യങ്ങളെല്ലാം കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാലും ചിലർക്ക് അതെല്ലാം ഒരു ലിമിറ്റഡ് പീരീഡ് കഴിയുമ്പോൾ ഒരു പക്ഷേ ആ സന്തോഷം ചിലപ്പോൾ ക്രമേണ കുറഞ്ഞു വരാം, അല്ലെങ്കിൽ പല ഇൻസിഡന്റിലും ചിലപ്പോൾ അത് നിന്നുപോയിന്ന് വരാം. എന്നാൽ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത് സ്നേഹമാണ്. ഈ സ്നേഹിക്കുക എന്നുള്ള ഒരു പ്രതിഭാസം കൊണ്ടുവന്ന ആശയം, ശത്രുക്കളെ പോലെ സ്നേഹിക്കുക എന്നുള്ള കൊണ്ടുവന്ന ഈ ആശയം കൊണ്ടുവന്ന വ്യക്തിയുടെ ജന്മദിനമാണ് നാം ആഘോഷിക്കുന്നത്. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും?
കാരണം അതിന് പലരും പല ആംഗിളിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ചിലർ പറയുന്നത് ഒരു ബിസിനസ്സുകാരുടെ ആഘോഷമാണ്, ബിസിനസ് വളർത്തുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ്സുകാരാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത് പറയുന്നവരുണ്ടായിരിക്കാം. ചിലർ ഇത് മദ്യപിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരമാണെന്ന് പറയുന്നവരുണ്ടായിരിക്കാം. ചിലർ പറയുന്നത് ഒരുപാട് ദൂർത്തടിക്കുന്ന ഒരു അവസരമാണെന്ന് പറയുന്നുണ്ടായിരിക്കാം. പല രീതിയിൽ വ്യാഖ്യാനം ഉണ്ടായിരിക്കാം. എങ്കിലും അത് നമ്മൾ ആരും ഡിനൈ ചെയ്യുന്ന കുറെ കാലം യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം നാം കാണേണ്ടത് ഇതിൽ സന്തോഷം പങ്കുവെക്കലാണ്, അതിനേക്കാൾ ഉപരി സ്നേഹം പങ്കുവെക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയം നമുക്കത് എങ്ങനെയൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ സന്തോഷം അതുപോലെ മറ്റൊരു സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. ചിലപ്പോഴൊക്കെ ചില ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുകൊടുക്കുമ്പോൾ ചില കുടുംബങ്ങളിലൊക്കെ ഗിഫ്റ്റ് കൊണ്ടുകൊടുക്കുമ്പോൾ ആരും അവരെ പരിഗണിക്കാതിരിക്കുന്ന സമയത്തായിരിക്കാം ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ ക്രിസ്തുമസിന്റെ ആ ഒരു കേക്കായിട്ടോ അല്ലെങ്കിൽ സ്വീറ്റ്സ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടന്നു പോകാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ക്രിസ്മസ് കരോളിൽ തന്നെ പലരും പങ്കെടുക്കുന്നതിന്റെ കാരണം കുറച്ച് സമയം ആ ക്രിസ്തുവിന്റെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാം മറന്ന് പാടുവാനും നൃത്തം ചെയ്യുവാനും ആ ആഘോഷത്തിലൊക്കെ പങ്കെടുക്കേണ്ട ഒരു കാരണം ഇതാണ്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാണ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെതാണ്, മറ്റവരുമായി സ്നേഹിക്കുവാനായിട്ട്. ഇനി ഒന്നുകൂടി ആത്യന്തികമായി നമുക്ക് ശ്രദ്ധിക്കാം, നമ്മെ തന്നെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്കറിയാം നമ്മെ തന്നെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്കുണ്ടായിരിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞിട്ടുള്ള പോലെയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാതെ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു. പലപ്പോഴും നമ്മെ തന്നെ സ്നേഹിക്കുക, പലരും ആത്മഹത്യ ചെയ്യുന്നൊരു കാര്യം അതാണല്ലോ, അവരെ തന്നെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞ ഈ വലിയ ഒരു ആശയം കൊണ്ടുവന്ന ഈ ക്രിസ്തുവിന്റെ ഈ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ ക്രിസ്തുമസ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യേണ്ടത് സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമാണ്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മെ തന്നെ സ്നേഹിക്കുക. ഈ മനോഹരമായ ഈ ഭൂമിയിൽ നമുക്ക് ജന്മം നൽകിയ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മെ തന്നെ സ്നേഹിക്കുക. ഈ സ്നേഹം മറ്റുള്ളവരുമായിട്ട് എങ്ങനെ പങ്കുവയ്ക്കാം, നമ്മൾ എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരി പല രീതിയിൽ അത് പ്രകടിപ്പിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് അനുഭവവേദ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹം ഏതെല്ലാം രീതിയിൽ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും, അതുപോലെയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ക്രിസ്തുമസ് വീണ്ടും വീണ്ടും വളരെ സന്തോഷപ്രദവും വളരെ അനുഗ്രഹപൂർണവുമാകുന്ന ഒരു വലിയൊരു ഉത്സവമായി ഓരോ വർഷവും അതിൻ്റെതായുള്ള പ്രാധാന്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മറ്റുള്ള എല്ലാ ഭൗതികമായിട്ടുള്ള മറ്റുള്ള പ്രവർത്തനത്തിലും പ്രകടനത്തിനേക്കാൾ ഉപരിയായി ആത്യന്തികമായി സ്നേഹം പങ്കുവയ്ക്കുന്ന ആ ഒരു ആശയം കൊണ്ടുവന്ന ക്രിസ്തുനാഥന്റെ ജന്മദിനം ആ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾക്ക് ആ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ശത്രുക്കളെ പോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഈ ലോകത്തിലെ നമ്മൾ ആഗ്രഹിക്കുന്ന സുന്ദരമായ ഒരു ലോകം, സ്നേഹത്തിൻ്റെതായുള്ള ഒരു ലോകം നമുക്ക് എല്ലാവർക്കും പടുത്തുയരാൻ സാധിക്കും. അതിനായി നമുക്ക് പരിശ്രമിക്കുമ്പോൾ ഈ ലോകത്തെ അനുഗ്രഹപൂർണമായ ഒരു ഉത്സവം എന്നുള്ള രീതിയിനേക്കാൾ ഉപരിയായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ട് ക്രിസ്തുമസ് മാറും. മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.